തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ അമിതമായ ആശങ്ക വേണ്ടെന്നും മുന്നണി ഐക്യം പുനഃസ്ഥാപിച്ചാൽ ഭരണ തുടർച്ച ഉറപ്പാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF യോഗത്തിൽ പറഞ്ഞു. പാർട്ടിക്കുള്ളിലെ ഐക്യം തന്നെയാണ് വരാനിരിക്കുന്ന വിജയത്തിന്റെ ആധാരമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF ലക്ഷ്യം വെക്കുന്നത് 110 സീറ്റുകളാണ്. ഇതിനായി മിഷൻ 110 എന്ന പ്രത്യേക കർമ്മ പദ്ധതിക്ക് യോഗം രൂപം നൽകി. മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഓരോ മണ്ഡലത്തിലെയും കുറവുകൾ പരിഹരിക്കാനും നിർദ്ദേശമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം അമിത ആത്മവിശ്വാസമാണെന്ന് മുന്നണി വിലയിരുത്തി. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വന്ന പോരായ്മകളും പാർട്ടി പ്രവർത്തകർക്കിടയിലെ ആലസ്യവും വിനയായെന്ന് യോഗം കണ്ടെത്തി. മുന്നണി ഐക്യം തകർക്കാൻ ശ്രമിച്ച വിമതരുടെ സാന്നിധ്യമാണ് മറ്റൊരു പ്രധാന ഘടകമായി യോഗം ചർച്ച ചെയ്തത്. പലയിടങ്ങളിലും LDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വെല്ലുവിളികൾ ഉയർന്നത് വോട്ടുകൾ ചോരാൻ കാരണമായി. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷമായ UDF-ഉം BJP-യും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നും ഇത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ മുന്നണിക്കായില്ലെന്നും യോഗം വിലയിരുത്തി. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കാൻ വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വരും ദിവസങ്ങളിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ വസ്തുതകൾ നിരത്തി നേരിടാൻ സൈബർ വിഭാഗത്തിനും പ്രാദേശിക ഘടകങ്ങൾക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 1 മുതൽ 15 വരെ സംസ്ഥാന വ്യാപകമായി LDF ജാഥകൾ സംഘടിപ്പിക്കും. 3 മേഖലകളായി നടക്കുന്ന ജാഥകൾക്ക് പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എന്നിവരായിരിക്കും 3 മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയ CPI മുന്നണി യോഗത്തിൽ നിലപാട് മയപ്പെടുത്തി. ഭരണവിരുദ്ധ വികാരവും ശബരിമലയുമാണ് തിരിച്ചടിയായതെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഐക്യത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നിലവിൽ മയപ്പെട്ട സമീപനമാണ് അവർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. കേരളത്തിന്റെ വികസനത്തെ കേന്ദ്രം അട്ടിമറിക്കുന്നു എന്ന വികാരം ജനങ്ങളിൽ എത്തിക്കാനാണ് ഈ നീക്കം. വികസന നേട്ടങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും പറയുക എന്നതാണ് മിഷൻ 110ന്റെ കാതൽ. സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ഓരോ വീടുകളിലും ചെന്ന് നേരിട്ട് വിശദീകരിക്കാൻ വോളണ്ടിയർമാരെ നിയോഗിക്കും. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകും. PRD വഴിയുള്ള പ്രചാരണങ്ങളിൽ വന്ന പോരായ്മകൾ പരിഹരിച്ച് അത്യാധുനികമായ കമ്മ്യൂണിക്കേഷൻ രീതികൾ ഉപയോഗിക്കാനും തീരുമാനമായി. യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രചാരണത്തിനായി പ്രയോജനപ്പെടുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കങ്ങൾ ഉടൻ പരിഹരിച്ച സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് വേഗത്തിൽ കടക്കാൻ മുന്നണി തീരുമാനിച്ചു കഴിഞ്ഞു. ആഭ്യന്തര കലഹങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ വികസന മാതൃകകൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉന്മേഷവാനായ പ്രതിപക്ഷത്തെ നേരിടാൻ LDF സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. UDF BJP അന്തർധാര തുറന്നു കാണിക്കാനും മുന്നണി ലക്ഷ്യമിടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഇതിന്റെ പേരിൽ വിശ്വാസികളെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 15 ദിവസം നീണ്ടു നിൽക്കുന്ന മേഖലാ ജാഥകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് CPIM പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാൻ ഈ ജാഥകൾ സഹായിക്കും. 110 സീറ്റുകൾ എന്ന ലക്ഷ്യം അപ്രാപ്യമല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ 3ാം തവണയും ഭരണം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തോടെയാണ് LDF യോഗം പിരിഞ്ഞത്.